നമസ്കാരം. ഖത്തറിൽ വെച്ച് ലോക ഫുട്ബോളിന്റെ അമരത്തേക്ക് ആദ്യമായി നടന്നു കയറി ലയണൽ മെസ്സി. അത് ഒരു പൂർത്തീകരണമായിരുന്നു. ഒരു ഫുട്ബോൾ താരം, ഒരു ഫുട്ബോൾ ഇതിഹാസം, ഫുട്ബോളിലെ മിശിഹ എന്നൊക്കെ വാഴ്ത്തപ്പെടുമ്പോഴും പൂർത്തീകരണമില്ലാതിരുന്നത് ആ കിരീടത്തിൽ മാത്രമാണ്. അന്ന് ഗൾഫ് മണ്ണിൽ ലയണൽ മെസ്സി അതും സാധ്യമാക്കി. ഇത്തവണ ദൗത്യം മറ്റൊന്നാണ്. ലോക ഫുട്ബോളിൽ ഗോട്ട്, അതിന് അർത്ഥമെന്നാൽ ലയണൽ മെസ്സിയാണെന്ന് സ്ഥാപിക്കുക എന്ന് മാത്രം. ഇതുവരെ എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങളൊന്നുമില്ല. ലോക ഫുട്ബോളിലെ റെക്കോർഡുകളുമില്ല. എല്ലാ ചരിത്ര താളുകളിലും മെസ്സി എന്ന് ആവർത്തിച്ചെഴുതുമ്പോൾ രണ്ടാമതൊരു കിരീടം കൂടി ആ ക്യാപ്റ്റന് അർജന്റീനയ്ക്ക് വേണ്ടി ഉയർത്താൻ കഴിയുമോ? എന്നാൽ അതും ചരിത്രമാണ്. ഒപ്പം ലയണൽ സ്കലോണി എന്ന പരിശീലകനും തുടർച്ചയായ 2 കിരീടങ്ങൾ. സ്പാനിഷ് ടീം മറുവശത്ത് ഒട്ടും മോശമല്ല. അർജന്റീനയേക്കാൾ ഒരുപടി മുന്നിലാണെന്നും പറയാം. അത്രമാത്രം ഗംഭീരമായി പൊസഷൻ ഫുട്ബോളിന്റെ മനോഹാരിത കാട്ടിയാണ് സ്പെയിൻ ഈ ടൂർണമെന്റിൽ ഫൈനൽ വരെ എത്തിയത്. ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ 1-2 സ്ഥാനക്കാർ ഏറ്റുമുട്ടുകയാണ് ഫൈനൽ വേദിയിൽ. ന്യൂജേഴ്സിയിൽ മെറ്റ് ലൈഫിൽ കാത്തിരിക്കുന്നു ഫുട്ബോളിന്റെ അധിപന്മാരെ. അതിന്റെ സ്ഥാനാരോഹണമാണ് ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ. സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ഒരു മാസത്തിലേറെയായി നമ്മൾ രാവും പകലും കാത്തിരുന്നത് ഈ ദിനത്തിനായിട്ടാണ്. ഫുട്ബോളിലെ രാജാക്കന്മാർ ആരായിരിക്കും? അർജന്റീനയാണോ സ്പെയിനാണോ എന്നുള്ളതിന്റെ ഉത്തരം ഇന്ന്. ഇതുവരെ ഒരുപാട് പേരുകളുണ്ടായിരുന്നു. ആ പേരുകൾക്കൊക്കെ ഏറ്റവും ഒടുവിൽ ഈ 2 ടീമുകളായി അത് ചുരുങ്ങി. ലോകകപ്പിൽ സ്പെയിൻ അർജന്റീന പോരാട്ടം 12:30 ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ. ആരാധകർ ആവേശത്തോടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിലേക്ക്. ഒരുപാട് പേർ അവിടെ. എന്നാൽ അതിനേക്കാളേറെ ആവേശം നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അത് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ. നമുക്ക് കോഴിക്കോട്ടേക്ക് ആദ്യം പോകാം. MS അനീഷ് കുമാർ കോഴിക്കോട് പുത്തൻപാലത്ത് നിന്നും തത്സമയം ചേരുന്നുണ്ട്. അനീഷ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരവം കേരളത്തിൽ ഉയർന്നു കേട്ടത് കോഴിക്കോട്ടെ ആ വേദിയിലാണ്. ആ മിനി സ്റ്റേഡിയം എന്നോ ഇൻഡോർ സ്റ്റേഡിയം എന്നോ വിശേഷിപ്പിക്കാവുന്ന ആ പ്രദർശന നഗരിയിലാണ്. അവിടെ സ്വാഭാവികമായും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും. മത്സരം രാത്രി 12:30 ആയിരിക്കാം, പക്ഷേ 7 മണിക്ക് മുമ്പ് തന്നെ ഹൗസ്ഫുൾ ആവുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ അനീഷ്? എൽദോ, തീർച്ചയായും കേരളത്തിലെ ഫുട്ബോൾ ആവേശം ഏറ്റവും അധികം അലയടിച്ച ഒരു സ്ഥലമെന്ന് നമുക്ക് ഈ പുതിയ പാലത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം, അകത്ത് സ്റ്റേഡിയത്തിനുള്ളിലായിരുന്നു ആദ്യം സ്ക്രീൻ ക്രമീകരിച്ചത്. പക്ഷേ നമുക്കിപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും അകത്ത് ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധം നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കളികളിൽ, അതായത് ഈ കളി കാണാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഇത്തവണ പുറത്ത് മറ്റൊരു വിശാലമായ ഒരു സ്ക്രീൻ കൂടി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളടക്കം ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം നമുക്ക് കാണാം വഴിയരികിൽ തന്നെ മറ്റൊരു പവലിയൻ, അതായത് ഈ ഉള്ളിൽ ക്രമീകരിച്ച പോലെ തന്നെ മറ്റൊരു പവലിയൻ വഴിയോട് ചേർന്ന് തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. നിരനിരയായി സെവൻസ് ഫുട്ബോളും മറ്റുമൊക്കെ കാണാൻ എത്തുന്നവർക്ക് ക്രമീകരിച്ചതുപോലെയുള്ള ഒരു പവലിയൻ ആ വശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കളിക്കും ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. എന്തായാലും കാണികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കോഴിക്കോട് നിന്ന് മാത്രമല്ല, കോഴിക്കോടിന് പുറത്തുള്ള ഇടങ്ങളിൽ നിന്ന് പോലും ഈ ഫുട്ബോൾ ആവേശം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ പുതിയ പാലത്തിന്റെ ആവേശം കണ്ടറിഞ്ഞെത്തുന്ന ആളുകളുണ്ട്. കളി ആരംഭിക്കാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കിയെങ്കിലും ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം അവസാന നിമിഷം വരെ പിരിമുറുക്കൊക്കെ വന്നു, പക്ഷെ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ് താങ്കൾ. എങ്ങനെയാണ് സംഭവം നടക്കുക? ഇന്നും ജയിച്ചിന്. ആ ജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കാത്തിക്കുന്നത്. ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് 100% 3-1 ജയിക്കും. എത്ര മിനിറ്റ് മുതലാണ് കളി തുടങ്ങുക? ശരിക്കും 80 മിനിറ്റ് അല്ല, അതില്ല. ഇപ്രാവശ്യം കുറച്ച് മാറ്റി. കാരണം അവർ ഫിഫനോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് 80 മിനിറ്റിൽ കളി അവസാനിപ്പിക്കണം എന്ന്. ഞങ്ങളത് വേണ്ട, 90 മിനിറ്റ് കളിക്കണം. 80 മിനിറ്റ് കളി അവസാനിപ്പിച്ചാൽ കുഴപ്പമില്ലെന്ന് അവർ പറയണം. അങ്ങനെ അതുകൊണ്ട് നമ്മൾ 90 മിനിറ്റ് കളിക്കാൻ ആദ്യം പോലെ കളിക്കാൻ 90 നല്ല രീതിയിൽ കളിക്കും, 3-1 ജയിക്കും ചെയ്യും. അതാണ് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്. ഈ നേരത്തെ തന്നെ സ്പാനിഷ് കോച്ച് പറഞ്ഞു നല്ല രീതിയിലുള്ള റഫറിംഗ് നടത്തണം ഈ കളിയിൽ എന്ന് പറഞ്ഞു. സ്പാനിഷ് റഫറി അല്ലെന്ന് പറയും. ഇതിന്റെ മുന്നേ കുറെ പ്രിന്റ് അടിച്ച് വന്നിട്ടുണ്ട്. അത് ഈ ബാഴ്സലോണിന്റെ റഫറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പോസ്റ്റ് അടങ്ങിയത്. രണ്ടാമത് സ്പാനിഷിന്റെ ടീമിന്റെ പറഞ്ഞു പറഞ്ഞു. അതൊക്കെ വെറുതെ അടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ജയിക്കുന്ന ടീം കളിക്കും. അത് ഇന്ന് കളിക്കുന്ന ടീം അർജന്റീന ആണ്. അത്രേ ഉള്ളൂ പറയാം. പോലെ ഇന്നും കളിക്കും.
എന്തായാലും നമുക്ക് അകത്തെ കാഴ്ചകളിലൂടെ പോവാം. സ്ഥിരമായി നമ്മൾ ഇവിടെ കാണുന്ന ചില ആരാധകരാണ്. കാരണം അർജന്റീന വിജയിക്കും എന്ന് അവസാന നിമിഷം വരെ കരുതുന്ന ആളുകളാണ്. കാരണം മെസ്സി എന്ന ഇതിഹാസം ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ വിജയം അവസാനം വരെ എത്തുമെന്ന് കണക്കാക്കി നിൽക്കുന്ന ആളുകളാണ്. നമുക്കൊപ്പം ഇവിടുത്തെ സംഘാടകരൊക്കെ ഉണ്ട്. കുറെ ദിവസമായി അല്ലേ, അവസാന ദിവസം ലാസ്റ്റ് ഡേ അല്ലേ, അടിച്ചു പൊളിക്കും നമ്മള്. അർജന്റീനയുടെ വിജയമാണ് ആദ്യം പോലെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ടെൻഷനൊക്കെ അടിച്ചെങ്കിലും അത് തന്നെ എത്തി. നമ്മൾ ഇന്നും ജയിക്കും എന്നുള്ളതാണ് നമ്മളെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. 2-1 അർജന്റീന ജയിക്കും. ഇതിപ്പം ഫാസ്കോയുടെ ഒരു പവലിയനാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വൈറൽ പവലിയനായി മാറിയിരിക്കുന്നത്. ഇത്രയും ദിവസം ഇത് കൊണ്ടു നടക്കാൻ എങ്ങനെ പറ്റിയെന്നുള്ളത് ഒരു ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അർജന്റീന ആരാധകനായതിന്റെ പേരിൽ പോലും ജേഴ്സി ഇടാൻ സമ്മതിക്കുന്നില്ല. കാരണം നമ്മൾ ഫാൻ ബേസ് പാടില്ല എന്നാണ് നമ്മൾ കമ്മിറ്റി തീരുമാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി പൂർണ്ണമായിട്ട് വൻ വിജയത്തിൽ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഒള്ളി ബാഡ്ജ് ധരിച്ച് ജേഴ്സി വണ്ടിയിലും വെച്ചിട്ട് വന്നതാണ്. മനസ്സിലൊതുക്കി നിൽക്കുക അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ ജേഴ്സി എടുത്തിട്ട് കളിക്കും. പക്ഷെ ഇത്രയും ദിവസം ഇത് കൊണ്ടുപോയത് വലിയ സംഭവമാണ് ഇത്തവണ അല്ലേ? നമ്മളല്ലല്ലോ പറയണ്ടേ, ജനങ്ങളാണ് പറയണ്ടേ. ഇത്രയും 40 ദിവസം നമ്മളിത് എത്രയോ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത് കൊണ്ടുനടന്നത്. ഒരു വലിയ ബഡ്ജറ്റ് പ്രോഗ്രാമും കൂടിയാണ്. 40 ദിവസം ഈ LED വാളും കറണ്ടും ലൈറ്റും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു 10-15 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന പ്രോഗ്രാമാണ്. അതിന് നമ്മളെ നല്ലതായിട്ടുള്ള കുറച്ച് സ്പോൺസർമാർ നമ്മളോട് സഹകരിച്ചത് കൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വരെ ആള് വന്നത്. ഇന്ന് നമുക്ക് 4 അർജന്റീന പൗരന്മാരുണ്ട്. അർജന്റീന പൗരന്മാർ ഇന്ന് ഇവിടെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് 4 ടിക്കറ്റ് 4 ചെയർ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന്. അതാണ് അത് പലയിടത്തുനിന്നും ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ എന്റെ മകളുണ്ട്, അവൾ പോലും ഇവിടുത്തെ ആവേശം കയറി ഇന്ന് കോട്ടയത്തു നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകാതെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കോയമ്പത്തൂരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. എങ്ങനെയുണ്ടാവും കളി? കളി എങ്ങനെ ഉണ്ടാവും? കളി അർജന്റീന ജയിക്കും. എത്ര ഗോളിന് ജയിക്കും? 3-2. 80 മിനിറ്റിന് ശേഷമാകുമോ കളിക്കും? അത് ആദ്യം മുതൽ കളിക്കുമോ? ഇല്ല, ആദ്യം മുതൽ കളിക്കും. നിങ്ങളുടെ സ്റ്റൈൽ അതാണ്, ചങ്കിടിപ്പിച്ച് നിർത്തിയിട്ട് അവസാനം. പക്ഷേ ഇപ്രാവശ്യം ആദ്യം മുതൽ കളിക്കും. എങ്ങനെയുണ്ട് ഇത്തവണ? ആദ്യം പോലെ കളിക്കുമോ അതോ അവസാനം കളി തുടങ്ങുമോ? ഇത്തവണ എല്ലാ കളി നമ്മൾ ഇതുവരെ കണ്ടില്ലേ, കമ്പാക്ക് വരുന്നത് 80 മിനിറ്റ് കഴിഞ്ഞിട്ട്. അത്രയേറെ റീഡ് ചെയ്തിട്ട് കമ്പാക്ക് വരുമായിരിക്കും അത്രയേരം. പക്ഷെ പ്രശ്നം വെച്ചാൽ സ്പെയിൻ പൊസിഷൻ വെച്ചല്ലേ കളിക്കുന്നേ, അതല്ല ഒരു പ്രശ്നം നമുക്ക്. അതപ്പം നല്ല പൊസിഷൻ, ഭയങ്കര ഡിഫൻസും ഉണ്ട്, നല്ല പൊസിഷനും ഉണ്ട്, അറ്റാക്ക് സോൾഡ് ആണ്. പിന്നെ യമാലുണ്ട്, യമാലാണ് ഏറ്റവും വലിയ പ്രശ്നം. യമാല്, കുക്കറല്ല, കുബാർസി, ഇവര് മൂന്നാണ് പ്രശ്നം. ഇവര് മൂന്നും പ്രശ്നം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടിക്കാൻ പറ്റും നമുക്ക്. യമാലിന്റെ തലതൊട്ടപ്പനാണ് മെസ്സി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ വെച്ച് എന്താ പറയാ, ഡെസ്റ്റിനി എന്ന് പറയാൻ വേണമെങ്കിൽ. പണ്ട് കുളിപ്പിച്ചത് ഇപ്പം 2 ഒരുമിച്ച് വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കുന്നു, വേറൊന്നും പറയില്ലല്ലോ. വലിയൊരു മൂവ്മെന്റ് ഇല്ല, ഇത്രയും നല്ലൊരു കളി നമ്മൾ കാണാൻ പറ്റിയൊരു ഇതില്ലേ, ഒരു സ്ഥലമില്ലേ. എന്തോ ഇതാണ് ഇവിടുത്തെ ആവേശം. കാരണം കളി തുടങ്ങാൻ 3.5 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത്. ഇത് 12:30-ക്കാണ്, 4.5 മണിക്കൂറാണ് കളി തുടങ്ങാൻ ബാക്കിയുള്ളത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഈ പുതിയ പാലത്തെ മിനി സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത വിധം നിബിഡമായി നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പവലിയനിലൊക്കെ നേരത്തെ തന്നെ ആളുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട് ഈ പവലിയൻ ഇരിക്കാന്ന് നിങ്ങളുടെ ഒരു സ്ഥിരം ഇതായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരുന്നാണ് കളി കാണുന്നത്? സ്ഥിരമായിട്ട് ഇവിടെ ഇരുന്ന് കളി കാണുന്നത്. ഇവിടെ ഇന്ന് കാണുന്ന വൈബ് വേറെയാ? വേറെ തന്നെയാണ്. ഏതാ ടീം? ഏതാ? അർജന്റീന. വേറെ ഒരു മാറ്റമില്ല. ഇല്ല, വേറൊരു മാറ്റമില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ കളി? എങ്ങനെയുണ്ടാവും? ഇന്നത്തെ കളി അർജന്റീനയുടെ കപ്പടിക്കും. സ്പെയിൻ നല്ല കളിയാണ്, എന്നാലും അർജന്റീനയുടെ കപ്പടിക്കും. എങ്ങനെയുണ്ട് കളി? ഇന്ന് എങ്ങനെയുണ്ടാവും? നമ്മൾ നോക്കും. ആരെ ജയിക്കുക? അർജന്റീന. അല്ലാണ്ട് വേറെ കിട്ടില്ല. പൊടി പോരെ, പൊടി മതി. അർജന്റീന തൂക്കൂ, അത്രേ ഉള്ളൂ. പക്ഷേ സ്പെയിൻ നന്നായി കളിക്കുന്ന ടീമല്ലേ, അവർ ഒരുപാട് താരം നിബിഡമാണ് ടീം. അർജന്റീന തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കൂ ഉറപ്പാണ്, തൂക്കിയിരിക്കൂ. ഈ റഫറി ഈ കോച്ച് പറഞ്ഞിരിക്കുന്നത് റഫറി വൃത്തിയായിട്ട് കളി നടത്തണം, എന്നാൽ സ്പെയിന് പേടിക്കാനൊന്നും ഇല്ലെന്നാണ്. റഫറി മര്യാദയ്ക്ക് ബൗളൊക്കെ വിളിച്ചാൽ കുഴപ്പമില്ലെന്നാണ് റഫറി പറയുന്നത്, കോച്ച് പറയുന്നത്. ഇല്ല, കഴിഞ്ഞ കളി അർജന്റീന നല്ല വൃത്തിക്കാണ് കളിച്ചത്. അതേപോലെ ഈ കളി അർജന്റീന നല്ല വൃത്തിക്ക് ഉഷാറായി 3-2 സ്പെയിനെ പൊട്ടിച്ചു ഉറപ്പാണ്. അതാണ് അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആളുകൾ ഇങ്ങനെ കാഴ്ചയാണ്. ആര് ജയിക്കും? നേരത്തെ പോകുന്ന ഇനിയിപ്പം 4 മണിക്കൂറുണ്ട്. എന്നാൽ പോലും ടിക്കറ്റ് ഇവിടെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. കഴിഞ്ഞ കളി കണ്ടായിരുന്നോ? എവിടെയാണ്? ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ ആവേശം കയറി പോകുന്നതാണ്.
ഇവിടെ അനീഷ് കുമാർ അവിടെ ഫുട്ബോൾ ആരാധകരുടെ പ്രതികരണം വലിയ തേടുമ്പോൾ തിരക്കാണ് പോലും അനുഭവപ്പെടുന്നത്. വലിയ പ്രയാസമാണ് ആരാധകരിലേക്ക് എത്താൻ പോലും. അത്രമാത്രം ആരാധകർ അവിടെ എത്തിയ കാഴ്ച. ഈ ആരാധനയൊക്കെ ഒരു പക്ഷേ ഈ ലയണൽ മെസ്സിയും ലമിൻ യമാലൊക്കെ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അവർക്ക് എത്രമാത്രം ഊർജ്ജം അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. അത് ഇങ്ങേറ്റത്തുള്ള കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലത്ത് നടക്കുന്ന ഒരു സ്ക്രീനിങ് ആണ് എന്ന് ഓർക്കണം. എന്തായാലും ഞാൻ അനീഷിലേക്ക് തിരികെ എത്താം. അജ്മൽ നമ്മോടൊപ്പം ചേരും തിരുവനന്തപുരത്ത് നിന്ന്. അതിന് മുമ്പ് നമ്മോടൊപ്പം 2 അതിഥികളുണ്ട്. ബിനോ ജോർജ് ഫുട്ബോൾ പരിശീലകൻ, ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ ആൻഡ് അനലിസ്റ്റ്. ഞാൻ ആദ്യം ബിനോ ജോർജിലേക്ക് പോകുന്നു. ബിനോ ജോർജ്, സ്വാഗതം. ഈ ആരാധകരങ്ങ് വല്ലാത്ത മൂഡിലാണ്. ഈ ലോകകപ്പ് മൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് വൈബിലാണ് നമ്മളെല്ലാവരും. എങ്കിൽ പോലും അർജന്റീന സ്പെയിൻ മത്സരം വരുമ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. അത് ഈ നേരത്തെ മറ്റ് ടീമുകളെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ ആ ടെൻഷനിൽ തന്നെയായിരിക്കും. കാരണം ഫൈനലാണല്ലോ. ഫൈനൽ എന്നാൽ എല്ലാ ശത്രുക്കളും ഒരുമിക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ അതൊന്നും ആവട്ടെ, ഫാൻ ഫൈറ്റ് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു മാനസിക മുൻതൂക്കം ആർക്കായിരിക്കും? അതെന്തുകൊണ്ടാകാം? മാനസിക മുൻതൂക്കം എന്ന് പറയാൻ ഞാൻ കാരണം മെസ്സിയും അതുപോലെ തന്നെ സ്കലോണിക്കുമൊക്കെ ആ ഒരു ഫൈനൽ വേൾഡ് കപ്പ് പോലത്തെ മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അവരുടെ ആ ഒരു പരിചയ സമ്പത്ത് അത് ടീമിന് തുണയാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ഓരോ ടെൻഷനുള്ള മൂവ്മെന്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അതിന്റെ ഉദാഹരണമാണ് അവര് നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാൻ കഴിയും. എല്ലാവരും പറയും അവസാന നിമിഷത്തിലാണ് ഗോൾ അടിക്കുകയെന്ന്. അതൊരു പക്ഷേ സ്കലോണിയുടെ ആളുടെ ടാക്ടിക്സ് ആണ്. കാരണം മറ്റേ ടീമുകൾ ടയേർഡ് ആവുമ്പോൾ ഇവർ അറ്റാക്കിങ് കുറച്ച് കൂട്ടുന്നു. അപ്പോ ഇംഗ്ലണ്ട് ചെയ്ത ഒരു കാര്യം അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഗോൾ ലീഡ് കിട്ടിയതിനു ശേഷം പക്കാ ഡിഫൻഡിലേക്ക് പോയി ഒരു കൗണ്ടർ അറ്റാക്ക് പോലും കളിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു പരിചയസമ്പത്ത് കൈകാര്യം ചെയ്യാൻ സ്കലോണി മെസ്സി സഖ്യത്തിന് വ്യക്തമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അർജന്റീനയ്ക്ക് തന്നെയായിരിക്കും മുൻതൂക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർജന്റീനയ്ക്കായിരിക്കും മാനസിക മുൻതൂക്കം. ഓക്കെ, ബിനോ ജോർജ്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ ആരാധകർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, കംബാക്ക് കണ്ടില്ലേ അർജന്റീനയുടെ എന്ന്. പക്ഷെ അങ്ങനെ ഒരു കംബാക്കിനായി കാത്തിരിക്കണോ? ഇന്ന് ഫൈനൽ അല്ലേ? ഫൈനൽ വേദിയിൽ അർജന്റീന കംബാക്കിന് വേണ്ടി നോക്കിയിരുന്നാൽ ഈ പറഞ്ഞ തന്ത്രം അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. അല്ല, ഞാൻ കംബാക്ക് എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കില്ല. കാരണം ഇന്നത്തെ മത്സരം പ്രവചിതാനമാണ്. കാരണം രണ്ട് ടീമുകളുടെയും മിഡ്ഫീൽഡുകളിൽ തമ്മിലുള്ള യുദ്ധമായിരിക്കുന്നു. കാരണം നമുക്കറിയാം സ്പെയിനിന്റെ മിഡ്ഫീൽഡർ ആണ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന, അതായത് 4-2 കളിക്കുന്ന രണ്ട് പിവോട്ട് ഒരു മിഡ്ഫീൽഡേഴ്സ് ആണ് ഫ്രാൻസിന് മുകളിലോട്ട് ബോൾ എത്തിക്കാനുള്ള പാസിംഗ് ബ്ലോക്ക് ക്ലോസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ മെസ്സിനെയും അൽവാരസിനെയൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പിവോട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാല്, അതുപോലെ തന്നെ അർജന്റീനയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ ഇവരൊക്കെ അവരും ഇവരും തമ്മിലുള്ള ഒരു ശരിക്കും യുദ്ധം തന്നെയാണ് മെക്കലാരിസ്റ്റർ. അവരൊക്കെ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും തന്നെയാണ് എനിക്കിത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവസാനത്തേക്ക് വെക്കാൻ ഫൈനലിലെ സാധ്യത കുറവാണ്. രണ്ടു കൂട്ടരും ഫൈനൽ ആയതുകൊണ്ട് രണ്ടു കൂട്ടരും കെയർഫുൾ ആയിട്ട് കളിക്കുള്ളൂ. ചാടി കയറിയിട്ട് അങ്ങനെ ഒരു ഫൈനലാണ്. ഈ മത്സരത്തിൽ കഴിഞ്ഞ ശേഷം ഇനിയൊരു മത്സരം ഇല്ല. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരും വളരെ കെയർഫുൾ ആയിട്ടുള്ള ഓരോ മൂവ്മെന്റുകളും കെയർഫുൾ ആയിരിക്കും. രണ്ട് കോച്ചുമാരുടെ ടാക്ടിക്സിൽ ഈ ടാക്ടിക്സ് ആര് വിജയിക്കണോ അവരെ ആ വിജയം ആ കോച്ചായിരിക്കും. നമ്മൾ പറയണില്ലേ, അവരുടെ ടാക്ടിക്സിനാണ് ഇവിടെ വിജയം ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അത് തന്നെയാണ്. ഞാൻ ജോസഫ് ജോർജിലേക്ക് പോവാണ്. ജോസഫ്, ഇപ്പോൾ ബിനോ കോച്ച് പറഞ്ഞതുപോലെ ഫൈനലാണ്, അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടത്തിനൊന്നും പ്രസക്തിയില്ല. എടുത്തു ചാടിയാൽ അത് അബദ്ധമാവുകയും ചെയ്യും. പക്ഷേ ഒരു ലീഡ് എടുക്കുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഫാക്ടറാണ് ഫൈനലിനെ സംബന്ധിച്ച്. അപ്പോൾ അത് ആ ഒരു ഫാക്ടർ നിലനിൽക്കെ അർജന്റീന ഈ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒപ്പം സ്പെയിനും നിക്കോ വില്യംസ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്നുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം സെമി ഫൈനലിൽ നിന്നും ടീമിൽ ഉണ്ടാകുമോ? എന്താണ് കരുതേണ്ടത് ഈ മത്സരത്തിൽ? അർജന്റീനയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ. കാരണം കഴിഞ്ഞ മത്സരം ഇംഗ്ലണ്ടിനെ കുറച്ചുകൂടെ ഫിസിക്കലായി നേരിടാൻ വേണ്ടിയാണ് സിമിയോണിയും കൂട്ടരെയും ഒക്കെ ആദ്യ 11 വിട്ടത്. ഡീപോളിന് വിശ്രമം അനുവദിച്ചതും ഡീപോൾ ബെഞ്ചിൽ നിന്ന് വന്ന് നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റോഡ്രിഗോ ഡീപോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കാം. ആ ഒരു മാറ്റം ഉറപ്പാണ്.
മധ്യനിരയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ 4 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, 4 ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡേഴ്സ്, ഫിസിക്കലായിട്ട് കളിക്കാൻ കഴിവുള്ള 4 മിഡ്ഫീൽഡേഴ്സ് വരുവാണെങ്കിൽ സ്പെയിനിന്റെ ആ ടെക്നിക്കൽ എബിലിറ്റിയെ കുറച്ചുകൂടി ഒന്ന് ഇടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലും അവിടെ ഉണ്ട്. നമ്മുടെ റോഡ്രിയും പെഡ്രി ആണെങ്കിലും അല്ലെങ്കിൽ ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ അവരൊക്കെ നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉള്ള സ്പാനിഷ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ട്രാൻസിഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും, റീസൈക്ലിംഗ് ഉണ്ടാവും. അതിന് അനുവദിക്കാതിരിക്കണമെങ്കിൽ അർജന്റീനയ്ക്ക് ഒട്ടും സ്പേസ് അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ആ ഏരിയയിലേക്ക് ഇടുക, അവിടെ കുറച്ചുകൂടെയൊക്കെ ടാക്ടിക്കൽ ഫൗളൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ കളിച്ച് ഒട്ടും സമയം അനുവദിക്കാതിരിക്കുക. അപ്പൊ അതിനുവേണ്ടി മാറ്റങ്ങൾ അർജന്റീന തീർച്ചയായിട്ടും കൊണ്ടുവരും. അതില് ഉറപ്പായിട്ടും റോഡ്രിഗോ ഡി പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് സ്പെയിന്റെ നിക്കോ വില്യംസിന്റെ ആ ഒരു ഫിറ്റ്നസ് ഒത്തിരി ബൂസ്റ്റ് ചെയ്യും ആ ഒരു കോമ്പറ്റീഷൻ. അദ്ദേഹമായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഫിറ്റ്നസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അലക്സ് ബൈന വന്നത്. ബൈന കുറച്ചുകൂടെ ഒരു ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ്. നിക്കോ വില്യംസ് അങ്ങനെ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഒന്ന് പ്രതിരോധിക്കാനും ഒന്ന് പ്രതിരോധത്തിലാഴ്ത്താനൊക്കെ ആയിട്ട് നിക്കോ വില്യംസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അതുമല്ല ലമീൻ യമാലും നിക്കോ വില്യംസ് 2 വിങ്ങിലുണ്ടെങ്കിൽ റോഡ്രിക്കും കൂട്ടർക്കും കൂടുതൽ പാസിംഗ് ഓപ്ഷൻസ് ഇനീഷ്യലി തന്നെ തുടക്കം തന്നെ അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസുകളൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാം, പെട്ടെന്നുള്ള ട്രാൻസിഷൻസ്. അതാണല്ലോ സ്പെയിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. റോഡ്രിയും ഫാബിയൻ റൂയിസ് ഒക്കെ അതിൽ അഗ്രഗണ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മാറ്റങ്ങൾക്കുമുള്ള സാധ്യത നന്നായി കാണുന്നു, പ്രത്യേകിച്ചും റോഡ്രിഗോ ഡി പോൾ. റൈറ്റ്. ഞാൻ ബിനോ കോച്ച്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 2 സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന 2 ടീമുകളാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ പരസ്പരം അവർ സ്വന്തം ടീമുകളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇത്തരത്തിലായിരിക്കും. ഇപ്പോൾ കോച്ച് ഇപ്പോൾ കൊൽക്കത്തയിലാണല്ലോ. അപ്പോൾ ഈ ഈസ്റ്റ് ബംഗാളും പിന്നെ മോഹൻ ബഗാനും കളിക്കുമ്പോൾ അവർ കൂടുതൽ ബംഗാളിൽ നിന്നുള്ളവരാണ് എങ്കിൽ അത് സമാനമായിരിക്കും ഈ സാഹചര്യം തോന്നുന്നു. എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷനിലുള്ള ആ ഒരു സിമിലാരിറ്റി എങ്ങനെ മറികടക്കുക? കാരണം ഒരാൾ പിന്നെ പറയുന്നത് മറ്റേ എതിരാളിക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമല്ലേ? അല്ല, ഞാന് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ടീമിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു അർജന്റീനിയൻ കളിക്കാരനായിരുന്നു, സിബിലെ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ അതുപോലെ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫുകളൊക്കെ സ്പാനിഷ്കാരാ. അപ്പൊ ഇവർക്ക് മനസ്സിലാവെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഓരോ ടിപ്പിക്കൽ ഭാഷകള്, ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബംഗാളിലെയും ബംഗ്ലാദേശും 2ഉം ബംഗാളി ഭാഷയാണ്. പക്ഷെ അത് 2ഉം നമുക്ക് അവരെ രീതിയായ വേറെ രീതിയിലേക്ക് മാറുമ്പോൾ അത് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അവർക്ക് അതിൻ്റെതായ ഭാഷകൾ ഉണ്ടാവും. പക്ഷെ അത് തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയാ, പെട്ടെന്ന് നമ്മൾ അങ്ങനെ സംസാരിച്ച് പോകുമ്പോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു ഇന്നത്തെ മത്സരം പറയാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്. പക്ഷെ നേരത്തെ ജോസഫ് പറഞ്ഞ പോലെ തന്നെ സ്പെയിനിന്റെ ഒരു ക്വാളിറ്റി 2 ഫുൾ ബാക്കും വന്നിട്ട് ഒരു ഓവർലോഡ് അറ്റാക്കിംഗ് തേർഡിൽ ഉണ്ടാക്കുകയാണ്. അവർ 2 വേഴ്സസ് 1 സിറ്റുവേഷൻ. അപ്പൊ അതിനെ ഇന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഡീപോളിൽ നിന്ന് ഒരു വെർട്ടനായതുകൊണ്ട് ഡീപോളിനെ ഇറക്കാനുള്ള കാസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇതില് നമുക്ക് വേറൊരു കാര്യം, ഞാനൊരു കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഫുട്ബോൾ കളിയിലെ അർജന്റീന പോലത്തെ ഒരു ടീം അവർ കാണിക്കുന്ന ആ അവരുടെ ഒരു കൊഹേൻസ്, അവരുടെ ഒരു ഐക്യം, അവർ തമ്മിലുള്ള ഓരോ പ്ലേയേഴ്സും ബോൾ മിസ്സായി കഴിഞ്ഞാൽ അടുത്ത അവരുടെ ഒരു എന്താ പറയുക, ഒരു ക്വിക്ക് അതായത് എന്താ പറയുക, ഫസ്റ്റ് മാൻ ഡിഫൻഡറായി പോയിട്ട് പ്രസ് ചെയ്യണു. അപ്പൊ അത് ഒരാളല്ല പോണേ, എല്ലാവരും കൂടിയിട്ട് പോണത്. അവർ തമ്മിലുള്ള ഐക്യം, മെസ്സി ആയിക്കോട്ടെ, ഓരോ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള സ്നേഹപ്രകടനം, അങ്ങനത്തെ ഒരു ടീം ഐക്യം ഉണ്ടെങ്കിൽ തന്നെ ടീമിന് വലിയൊരു മാറ്റാണ് ടീമിന്റെ ആ ഗെയിം പ്ലേയിങ് സ്റ്റൈലിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു ഗുണമാണ്. അത് ഇപ്പൊ നമ്മൾ പലരും ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോന് എന്തുകൊണ്ട് ബോൾ കിട്ടണില്ല, മറ്റവർ കളിക്കുമ്പോൾ എന്തുകൊണ്ട്. ഇത് സ്പെയിനിന്റെ പോലെയല്ല, ഇവർ തമ്മിലുള്ള ഒരു യൂണിറ്റി, ഐക്യം ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ വെറുതെ ഒരു തള്ളം വിളിക്കും, 10 പേര് ഓടി ഒരുമിച്ച് എത്തും. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധം അവരെ ഓരോ പ്ലേയേഴ്സും, കോച്ചായിക്കോട്ടെ, അങ്ങനെ ഒരു ബന്ധമാണ് ആ ടീമിനെ. അങ്ങനെ ഒരു അവരുടെ സ്കലോണി അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കി കൊണ്ടേക്ക ടീമിന്റെ ഉള്ളില്. അത് വലിയൊരു ഘടകമാണ്. അത് ഒരു കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ടീമാണെങ്കിൽ തോൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. എക്സാക്ട്ലി, അത് പ്രകടമാണ് ആ കളത്തിൽ. അവരുടെ ഒരു സ്പിരിറ്റ്, ഒരു യൂണിറ്റി. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റമരക്കാട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. ഒറ്റമര പോലെ നിൽക്കുന്ന ഒരു കാട്,
അപ്പോൾ ആ കാർഡ് അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ചുറ്റിക്കെട്ടുന്ന ഒരു കയറുണ്ട്, അതിന്റെ പേര് ലയണൽ മെസ്സി എന്നാണ്. ആ ലയണൽ മെസ്സിയിലാണ് അത് ഇങ്ങനെ ഒരേ കരുത്തോടുകൂടി ഒരേ കൈയായി നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഞാൻ മെസ്സിയിലേക്കാണ്. ജോസഫ്, ഈ മെസ്സിയുടെ ഒരു വൈകാരികമായ കുറിപ്പൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ചർച്ച മെസ്സി ഈ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ പറയുമോ എന്നാണ്. അദ്ദേഹം ഇനിയും കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. കാരണം ലോകകപ്പ് ചിലപ്പോൾ അവസാനത്തെ ആയിരിക്കും. രാജ്യാന്തര കരിയർ ഇനിയും തുടരാനുള്ള സാഹചര്യവും ശാരീരിക ക്ഷമതയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. എന്താണ് ആ കുറിപ്പിൽ നിന്ന് റീഡ് ചെയ്യുന്നത്? ആ കുറിപ്പിൽ നിന്ന് റീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മള് മെസ്സിയെ ഈ കളിക്കളത്തിൽ നമ്മൾ മെസ്സിയെ പഠിച്ച് മാർക്ക് ചെയ്യാം, അദ്ദേഹത്തെ നിഷ്പ്രഭനാക്കാന്ന് ചിന്തിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പുകളൊക്കെ വായിക്കാൻ പോയാലും നമുക്ക് സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2016 അപ്രതീക്ഷിതമായിട്ടാണ് പുള്ളി വിരമിച്ചത്. അതിനുശേഷം ടീമിന് ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ പുള്ളി തിരിച്ചു വന്നു. അപ്പൊ മെസ്സി എന്ന ഇതിഹാസം അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത എങ്ങനെയാണെന്ന് അറിയാം, ഏത് ലെവലിലാണ് കളിക്കുന്നതെന്ന് അറിയാം. നമ്മൾ വേറൊന്നും നോക്കണ്ട, ഈ ലോകകപ്പിൽ ഇത്രയധികം മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് വാങ്ങിച്ച വേറൊരു പ്ലെയർ ഇല്ല. എല്ലാ മത്സരത്തിലും അദ്ദേഹമാണ് നിറഞ്ഞാടുന്നത്. നേരത്തെ ബിനോ കോച്ച് പറഞ്ഞ പോലെ അവരൊറ്റ ഫാമിലി, അത് എൽദോ പറഞ്ഞതുപോലെ അതിനെ ഒത്തു കെട്ടുന്ന മെസ്സിക്ക് വേണ്ടി ജീവൻ പണയം വെക്കാൻ പോലും തയ്യാറാണ് ഈ അർജന്റീന താരങ്ങൾ. അതുപോലെയാണ്. അപ്പൊ മെസ്സിനെ അതുപോലെ നോക്കുന്ന ആ ഒരു കുടുംബം ഉള്ളപ്പോൾ ആ കുടുംബത്തെ വിട്ട് മെസ്സിക്ക് പോകാൻ പറ്റുമോ? അവര് കളിക്കണം എന്ന് പറഞ്ഞാൽ മെസ്സി ഇനിയും കളിക്കും. മെസ്സിക്ക് ഇത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഉള്ളിൽ ഇപ്പം ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് റിട്ടയർമെന്റ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കാം. എന്നാൽ പോലും മുന്നോട്ട് ഇനിയും കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. മെസ്സിയുടെ പാത തെരഞ്ഞെടുത്തോട്ടെ, നമുക്കത് എന്തായാലും അത് ആസ്വദിക്കാം എന്നുള്ളൊരു പക്ഷക്കാരനാണ്. റൈറ്റ്. ബിനോ ജോർജ് ഒപ്പം ജോസഫ് ജോർജ് രണ്ടുപേരും ഒരു നിമിഷം തുടരുക. തിരുവനന്തപുരത്തെ ഒരു ആരാധകരുടെ കൂട്ടത്തിലേക്ക് ഒന്ന് പോയി നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. അജ്മൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു അജ്മൽ PMGയിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അവിടെയും എപ്പോഴും വലിയ സജീവമായിട്ടുള്ള ആരാധക സ്ഥലമാണ്, വലിയ പ്രദർശനമൊക്കെ നടക്കുന്നു. അപ്പോൾ അജ്മൽ എവിടെയാണുള്ളത്? എങ്ങനെയുണ്ട് അവിടെ? പ്രതീക്ഷകൾ എന്താണ്? ഫാൻസ് എന്ത് പറയുന്നു? സ്പെയിൻ ഓർ അർജന്റീന? എൽദോ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ PMG ലോ കോളേജ് ജംഗ്ഷനിലാണ്. ഇപ്പൊ എന്റെ പുറകെ കാണാൻ പറ്റും ഈ ഒരു ഗല്ലി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ജനസാഗരമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന സെറിമണിയുടെ ക്ലോസിംഗ് സെറിമണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ക്ലോസിംഗ് സെറിമണിക്ക് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഒരു ഗല്ലിയിലാണ് ഈ ഇത്രയും നാള് ഈ ഒരു 40 ദിവസ കാലയളവിൽ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ആവേശം അരങ്ങേറിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ സ്ക്രീനിങ്ങിന്റെ ക്ലോസിംഗ് സെറിമണിയാണ്. ഈ നാട്ടിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടി തന്നെയാണ് ഈ ഫുട്ബോൾ സ്ക്രീനിങ്. ഇപ്പൊ നമ്മുടെ ചുറ്റിനും ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തമ്പാനൂർ വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ ഹരികുമാർ. എന്തായാലും 4 വർഷത്തിന് ശേഷം അർജന്റീന പിന്നെ ഒരു ഫൈനൽ കളിക്കാൻ പോവുകയാണ്. 2016 കോപ്പ അമേരിക്കയിൽ തോറ്റുപുറത്ത് അതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനലിലേക്ക് ഇറങ്ങുമ്പോൾ മെസ്സിയും പിള്ളേരും വീണ്ടും ഒരു കപ്പ് ആഗ്രഹിക്കുന്നു തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ 2016 മെസ്സി കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ സ്റ്റേഡിയമാണ് ഈ വർഷം ലോകത്തെ ഏറ്റവും വലിയ ട്രോഫി ആയിട്ടാണ് മെസ്സി ആ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത്. പിന്നെ നമ്മളെ ഇന്നുമ്പേ പറഞ്ഞു നമ്മളെ ഡിഫെൻഡ് ചെയ്യാനാണ് വന്നത്. നമ്മളെ ഡിഫെൻഡ് ചെയ്യാനും ചെയ്യും. നമ്മള് ഇതിനുമ്പേ പല നല്ല വലിയ ടീമുകളും പറഞ്ഞു നമ്മളടിക്കും ഇവരടിക്കും. പക്ഷെ ലാസ്റ്റ് അവരെ 16 തന്നെ പോയി. ഇപ്പൊ നമ്മളെ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളെ തന്നെ അടിക്കും. സ്പെയിൻ നമ്മൾ ഒട്ടും കുറച്ച് കാണില്ല. സ്പെയിൻ നല്ല എതിരാളികളാണ്. എന്നാൽ ഈ കപ്പ് നമുക്ക് തന്നെയാണ്. ഫുട്ബോൾ ടീമിന്റെ എതിരാളിയാണെന്ന് പറയുന്നത്. വേറൊരു കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പില് അർജന്റീന സ്പെയിൻ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബാഴ്സലോണ ആരാധകർക്ക് വലിയൊരു ആവേശമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ബാഴ്സലോണ ആരാധകർക്ക് വലിയൊരു ആവേശമാണ്. ഒരിക്കൽ ആവേശമാണ്. ഒരു കാലത്ത് ബാഴ്സ അടക്കി ഭരിച്ചിരുന്ന ഒരു ചരിത്രവും പിന്നെ ഇപ്പോഴത്തെ ചരിത്രവുമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? ടിക്കി ടാക്കയല്ലേ? ഇപ്പൊ ടിക്കി ടാക്കയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ടിക്കി ടാക്ക കൊണ്ടുവന്നത് ഇനിയസ്റ്റ, സാവി, മെസ്സിയാണ്. മെസ്സിക്ക് അറിയാം ഇവരെന്താണ് ചെയ്യാൻ പോണത്. ഇപ്പം സ്പെയിന് നല്ല ടീമാണ്. പക്ഷേ മെസ്സിയെ പിടിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇവരെല്ലാം വളർത്തിയതും എല്ലാം മെസ്സിയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. ഭാരതയുടെ ചരിത്രം മെസ്സിയാണ്. ചരിത്രം കുറിച്ച് ഏതായാലും വന്നിട്ടില്ല. ഇനി വരുമോ എന്നാണ് നമുക്ക് നോക്കുന്നത്.
ടെക്നിക്കലി ബാർസയുടെ ചരിത്രവും ബാർസയുടെ ഫ്യൂച്ചറും ആണെന്ന് കളിക്കാൻ പോകുന്നത്. മെസ്സി ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രിയപ്പെട്ടവനും നമ്മളെ പോരാട്ടം കൂടി, അതിലുപരി ഇത് ആശാൻ ശിഷ്യൻ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ്. നമ്മുടെ അർജന്റീനിയൻ കോച്ചായ ലയണൽ സ്കലോണിയുടെ ആശാനാണ് സ്പെയിൻ കോച്ചായ ലൂയിസ് ഡി ഫ്ലോണ്ടോ. അദ്ദേഹം 2016 വിരമിച്ചു. സ്കലോണി വിരമിച്ചതിന് ശേഷം സ്പെയിൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന റഫറിമാരുടെ പരിശീലന ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ സ്കലോണിയെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് ഇപ്പോൾ സ്പെയിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും പരിശീലകർ തമ്മിലൊരു പോരാട്ടം കൂടിയാണ്. അതിലെന്ത് തോന്നുന്നു ചേട്ടാ? ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്ടിക്സ് അറിയായിരിക്കും. ചേട്ടൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് പഠിച്ചതാണെന്ന്. ഓൾറെഡി പുള്ളിയുടെ ടാക്ടിക്സ് സ്കലോണിക്ക് അറിയായിരിക്കും. അതേപോലെ തന്നെ ഏകദേശം ഒരു 6 വർഷമായിട്ട് നിങ്ങൾ എല്ലാരും കണ്ടതാണ്. 9 തോൽവിയാണ് സ്കലോണി തോറ്റിരിക്കുന്നത്. ഏകദേശം വെറും 9 തോൽവി, 100 എത്ര മത്സരം കളിച്ചിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ നോക്കൌട്ട് മത്സരങ്ങൾ നിങ്ങൾ കണ്ടതാണ്, പല കുറി നിങ്ങൾ കണ്ടതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്കലോണി എല്ലാം പുള്ളി പഠിച്ചിട്ടേ വരുവുള്ളൂ. എവിടെ ആരെയൊക്കെ ഇറങ്ങണമെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ഒരു കളിയിൽ. സത്യമാണ്. സ്കലോണി ഓരോ മത്സരത്തിലും ഓരോ ടീം ഇറക്കുമ്പോൾ ഓരോ ടാക്ടിക്സ് ആണ് വരുന്നത്. ചില സമയത്ത് കൗണ്ടർ അറ്റാക്ക് വരും, ചില സമയത്ത് ബോൾ പൊസിഷൻ ഗെയിം വരും. ഈ വേൾഡ് കപ്പിൽ എല്ലാവരെയും കളിപ്പിച്ചിട്ടുണ്ട് ഈ കോച്ച്. വേറെ ടീം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അർജന്റീന എല്ലാ പ്ലേയേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കോച്ചിന്റെ ആ കഴിവെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആർക്കിനും പരുക്ക് പറ്റിയ സ്പോട്ടിൽ വേറെ ആളവിടെ ഇറക്കാൻ വേണ്ടിയിട്ടും ഈ ടീമിന്റെ സ്റ്റാറ്റിക്സ് എല്ലാവരും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലയണൽ സ്കലോണി എന്നുള്ള കോച്ച്. എക്സാക്ട്ലി. ആ ആരാധകരുടെ റീഡിങ് അത് വളരെ ബ്രില്യൻ്റ് ആണ്. അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കോച്ചിങ്ങിനെ പറ്റി ഞാൻ മറ്റാര് ബിനോയ് കോച്ച് നമ്മളൊപ്പം ഉള്ളപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഫുട്ബോളം തുടരുകയാണ്. ലോകകപ്പിന്റെ ഫൈനലിൽ ലയണൽ മെസ്സിയുടെ അർജന്റീന റോദ്രി നയിക്കുന്ന സ്പെയിനെ നേരിടുന്നു. ലമിൻ യമാൽ എന്ന യുവ സെൻസേഷന്റെ സാന്നിധ്യം ആ ടീമിന് ഒരു അധിക മൂല്യം നൽകുന്നുണ്ട്. പക്ഷേ അർജന്റീന ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പിന്തുണയിൽ വീണ്ടും ഒരു കിരീട നേട്ടത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ബിനോ ജോർജ് ഒപ്പം ജോസഫ് ജോർജ് രണ്ടുപേരും തുടരുന്നുണ്ട്. ബിനോ കോച്ച്, ഞാൻ ഈ പരിശീലകരുടെ കാര്യം ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ആരാധകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയാമായിരിക്കും, പക്ഷേ ഇതിനൊക്കെ മറുപടി സ്കലോണിയുടെ കയ്യിലുണ്ടെന്ന്. പക്ഷേ ഈ ആശാനും ശിഷ്യനും തമ്മിൽ ഈ കോച്ചിങ് രംഗത്ത് വരുമ്പോൾ അതെങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ബിനോ ജോർജിന്? അത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് തന്നെ കുറെ ഇതിൽ കാണാം. ഇപ്പൊ നമ്മുടെ പെപ്പ് ഗാർഡിയോളയുടെ കൂടെ വർക്ക് ചെയ്തായിരുന്നു നമ്മുടെ ആർസനലിന്റെ കോച്ച്. എനിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ചെയ്തിരുന്ന GD മൽഹോത്ര എന്ന കോച്ചിന്റെ കൂടെ കൽക്കട്ട ലീഗിൽ എനിക്ക് ഏറ്റുമുട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര കോച്ചിന്റെ ടാക്ടിക്സ് ആയാലും നമുക്ക് ഇപ്പോ ഇന്ത്യൻ ടീമിന് ഒരു പെപ്പ് ഗാർഡിയോള വന്നു കഴിഞ്ഞാല് ആ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു കളിക്കാരുടെ ഉദ്ദേശിക്കുന്ന, അതായത് നമ്മുടെ കോച്ച് ഉദ്ദേശിക്കുന്ന കളിക്കാര് ഉള്ളത് കൊണ്ടാണ് ഓരോ ടാക്ടിക്സും കോച്ചുമാർ ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ അർജന്റീന ആയിക്കോട്ടെ സ്പെയിൻ ആയിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ടാക്ടിക്സ് ചെയ്യാൻ പറ്റാവുന്ന കളിക്കാർ അവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അവർ അതിൻ്റെതായ ഒരു ഇത് തന്നെയാണ് മെനഞ്ഞെടുക്കുന്നത് ഒരു ഫൈനൽ ദിവസം. പ്രത്യേകിച്ച് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന മത്സരമാണ്. ഓരോ മൂവ്മെന്റും സൂക്ഷിച്ചിട്ട് വേണം ഓരോ അറ്റാക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇന്ന് വളരെ ഒരു നല്ല പോരാട്ടം തന്നെ നമുക്ക് നേരിട്ട് കാണാം. റൈറ്റ്. ജോസഫ് ജോർജ്, ഇപ്പോൾ ബിനോ കോച്ച് പറഞ്ഞ പോലെ ഈ സൈഡ് ബെഞ്ചിന്റെ ഡെപ്ത്, അതിന്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു സ്പെയിനേക്കാൾ അതിലൊരു എഡ്ജ് അർജന്റീനയ്ക്കില്ലേ? അർജന്റീനയുടെ സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ അത്രമാത്രം എഫക്റ്റീവായി തോന്നാറുണ്ട്. ഇപ്പോൾ മിഖേൽ മൊറീന എന്ന സ്പെയിനിന്റെ സൂപ്പർ സബ് ഗോളുമായി എത്തുന്നത് മറക്കുന്നില്ല. എങ്കിൽ പോലും മറ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ, എണ്ണങ്ങളുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കലോണിക്ക് കൂടുതൽ ഓപ്ഷൻ ഉള്ളതുപോലെ. തീർച്ചയായിട്ടും അത് സ്കലോണി പൊതുവെ ബെഞ്ചിൽ നിന്നും കളിയുടെ സ്റ്റൈല് തന്നെ മാറ്റി മറിക്കാറുണ്ട്. നമ്മൾ സ്പെയിനെ നോക്കുവാണെങ്കിൽ അവർ കുറെ കൂടെ ഫാസ്റ്റായി ഫസ്റ്റ് ടച്ച് ഫുട്ബോളിലേക്ക് മാറുകയാണ് പൊതുവെ ഒരു ടാക്ടിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം കാണാറുള്ള ഒരു കാഴ്ച. പക്ഷേ സ്കലോണിയുടെയും അർജന്റീനയുടെയും തന്ത്രങ്ങൾ പൊതുവെ നാരോ ആയി തുടങ്ങി അവസാന മിനിറ്റുകളിൽ വിടുത്തു കൊണ്ടുവരുന്നത് ബെഞ്ചിൽ നിന്നാണ്. പലപ്പോഴും നമ്മൾ നിക്കോ ഗോൺസാലസ് എന്ന് പറഞ്ഞൊരു കളിക്കാരനെ നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും പകരക്കാരനായി വന്ന് കൃത്യമായ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഗോളിന്റെയും അസിസ്റ്റിന്റെയും രൂപത്തിലൊന്നും കാണുന്നില്ലെങ്കിലും അദ്ദേഹം കൊണ്ടുവരുന്ന ആ വിട്ട്
പലപ്പോഴും ചാനലുകൾ ഓപ്പൺ അപ്പ് ആവുകയും മറ്റു കളിക്കാർക്ക് മെസ്സിയെ പോലുള്ള അധികായന്മാർക്ക് അത് മുതലാക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഇതിനു മുമ്പത്തെ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ഹൂലിയൻ അൽവാരസിന് ആ ഗോൾ അടിക്കാനുള്ള അത്ര ഫ്രീ സ്പേസ് കിട്ടാനുള്ള ഒരു കാരണം ഒരു പക്ഷേ നിക്കോ വില്യംസ് ആ ലെഫ്റ്റിലേക്ക് വന്നപ്പോഴാണ്. അതിനുമുമ്പ് നമ്മൾ ആ ലെഫ്റ്റിൽ കൂടെ അങ്ങനെ അത്ര സ്പേസ് കണ്ടിട്ടില്ല. അത് ടാഗ്ലിയാഫിക്കോ എന്ന ലെഫ്റ്റ് ബാക്ക് അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നല്ലൊരു കളിക്കാരനെ ആ മത്സരത്തിൽ ഒരു പക്ഷേ ഏറ്റവും നല്ല അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു താരത്തെ പിൻവലിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ്, വൈവിധ്യമാർന്ന ഓപ്ഷൻസ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും കളി മാറ്റിമറിക്കാം. അങ്ങനെ ഒരു സ്ക്വാഡാണ് സ്കലോണി പിക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ സ്ക്വാഡിൽ നാച്ചുറൽ വിഡ്ത്ത് ഇല്ലല്ലോ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്യുന്ന വിങ്ങർമാർ ഈ സ്ക്വാഡിൽ കുറവാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിന് പകരമുള്ള മരുന്നുണ്ട് സ്കലോണിയുടെ കയ്യിൽ. സ്കലോണിയുടെ തന്ത്രങ്ങളും അതുപോലെയാണ്. നമ്മൾ നേരത്തെ കോച്ച് പറഞ്ഞതുപോലെ ആശാനും ശിഷ്യനും ഒക്കെ തന്ത്രങ്ങൾ മറുതന്ത്രങ്ങൾ മെനഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമാണ്. അതിന്റെ ഒരു ടാക്ടിക്കൽ ഇന്റൻസിറ്റി എങ്ങനെയാണെന്നുള്ളത് അത് കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ അത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ കാണാത്ത പല തലങ്ങളും ഈ പരിശീലകർ അവിടെ കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അതൊന്നിരുന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ട വരും ചില ഒരുപക്ഷെ അത് മനസ്സിലാക്കാനായിട്ട്. റൈറ്റ്. ബിനോ കോച്ച്, ഈ ലമീൻ യമാൽ, ലയണൽ മെസ്സി ചിത്രമൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നത് കാണാമല്ലോ. ലമീൻ യമാലിനെ കുഞ്ഞായിട്ട് എടുത്ത് നിൽക്കുന്ന മെസ്സിയൊക്കെ. ഇപ്പൊ ഇതിൽ ലോകകപ്പിന്റെ ഫൈനലാണ്. മെസ്സിക്ക് ഇത് മൂന്നാമത്തെ ലോകകപ്പ് ഫൈനലാണ്. മെസ്സിക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ലോകകപ്പ് ഫൈനലിന്റെ ഒരു സമ്മർദ്ദം സിറ്റുവേഷനൊക്കെ? 19 വയസ്സുകാരനായിട്ടുള്ള ലമീൻ യമാലിന് ഒരു ലോകവേദിയുടെ ഫൈനലിൽ, അതും ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിൽ, പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ഫേക്കിങ്ങും ഡ്രിബ്ലിങ്ങും ഒക്കെ എക്സ്പെക്ട് ചെയ്യാമോ? അതോ അയാൾ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, ഈ ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കളികളിലെ ഉപകരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ടാക്ടിക്സ്, അതായത് യാമി യമാലിനെ ഒരു സിംഗിൾ സ്പേസ് കൊടുക്കാതെ അവനെ ബോൾ വരുമ്പോഴേക്കും ഒരു ഹൈ പ്രസ് പോലെ ഒരു സിംഗിൾ സ്പേസ് കൊടുക്കാതെ ട്രിപ്പിൾ ചെയ്യാൻ കൊടുക്കാതെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യാമി യമാലിന് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ യാമി യമാല് നമുക്കറിയാം ഇതുപോലെ തന്നെ ബാർസലോണ, റിയൽ മാഡ്രിഡ് പോലത്തെ കോമ്പറ്റീഷനിലൊക്കെ കളിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതും ഒരു ഡെർബിയാണ്. ആ ഡെർബി വേൾഡ് കപ്പിന് ഏകദേശം തുല്യം പോലെ തന്നെയാണ് നമ്മുടെ ലാലിഗ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് വരില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു പ്രഷർ ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്റ്റേഡിയത്തിൽ അധികം അർജന്റീന ഫാൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ്. അപ്പോ ആ ഒരു പ്രഷർ ഉണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ വേൾഡ് കപ്പ്, യമാലിന് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടണം എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫിയർ ശരിക്ക്, അതായത് എൻഡ്യൂറൻസിന്റെ ഒക്കെ ഒരു ചെറിയ പെർസെന്റേജ് ഒക്കെ കുറയുന്നതാണ് സ്റ്റഡികളൊക്കെ പറയുന്നത്. അപ്പോ അത് എത്രത്തോളം കളിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ടാക്ടിക്സ് വിജയിക്കും. അവിടെ എങ്ങനെ യമാലിനെ പൂട്ടണം എന്നുള്ളത് സ്കലോണി ഇപ്പോൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. നമുക്ക് ഡബിൾ കവറിങ് കൊടുക്കണോ, അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോ ആ ഒരു ഇത് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് യമാല് മുൻകൂട്ടി അവനും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ ജോസഫേ, ഈ ലയണൽ മെസ്സി ഇന്ന് എങ്ങനെ കളിക്കുന്നു? ഏത് പൊസിഷനിൽ അദ്ദേഹം എവിടെയായിരിക്കും കൂടുതൽ നേരം ചെലവിടാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു സംശയമാണ്. വേറൊന്നുമല്ല, ഈ സ്പെയിൻ്റെ ഒരു രീതി, അവരുടെ ബോൾ പൊസിഷൻ വെച്ചിട്ടുള്ള പ്രസ് ചെയ്ത് കയറുന്ന ആ രീതിയിൽ മെസ്സിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എവിടെയായിരിക്കും? മെസ്സിക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഫുൾ ബാക്കിന്റെയും സെന്റർ ബാക്കിന്റെ ഇടയിലുള്ള സ്പേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ചെയ്ത് കളിക്കാനാവും സാധ്യത കൂടുതൽ. ആ ഹാഫ് സ്പേസുകൾ, പ്രത്യേകിച്ച് ഡിഫൻസീവ് ലൈനിന്റെയും മിഡിൽ ലൈനിന്റെയും ഇടയിലുള്ള സ്പേസും അതുപോലെ തന്നെ സെന്റർ ബാക്കിന്റെയും ഫുൾ ബാക്കിന്റെയും, അത് ലെഫ്റ്റ് നോക്കുവാണെങ്കിൽ കുക്കുറയ, ലാപ്പോർട്ടയുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ റൈറ്റില് പെഡ്രോ പോറോ ആൻഡ് കുബാർസി. അപ്പൊ പെഡ്രോ പോറോ കുബാർസിയുടെ ആ ഒരു സൈഡിലായിരിക്കും കൂടുതൽ സ്പേസ് കിട്ടാൻ സാധ്യത. കാരണം പെഡ്രോ പോറോ ഒത്തിരി ലമീൻ യമാലിന് സപ്പോർട്ടുമായി ഒരുപക്ഷെ ലമീൻ യമാലിനെ മറികടന്നു പോയി ആക്രമിക്കുന്ന ഒരു ഫുൾ ബാക്ക് ആണ്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഗോളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ ബിൽഡപ്പിൽ നോക്കുവാണെങ്കിൽ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് അവിടെ പാസ് ചെയ്ത് കളിച്ച് റോഡ്രിയോടും ഫാബിയൻ റൂയിസിനോടും ഒക്കെ പാസ് ചെയ്ത് കളിച്ച് സെന്ററിൽ കൂടെ കളിച്ച് കയറിയാണ് പിന്നെ പുള്ളി വിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്ത് സ്വന്തം പൊസിഷൻ വിട്ട് പോകുമ്പോൾ ആ പോക്കറ്റുകൾ മുതലാക്കാൻ
ഏറ്റവും മികച്ച താരമാണ് ലിയോണൽ മെസ്സി. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോക്കറ്റ് സ്പേസ് നോക്കിയാവും മെസ്സി കളിക്കുക. മെസ്സി ഒരിക്കലും ഒരു പൊസിഷൻ എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഒരു മത്സരത്തിലും സാധ്യമല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് വെച്ച് ഫൈനലുകൾ കളിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള പോക്കറ്റ് സ്പേസുകളായിരിക്കും ഒരു നമ്പർ 10 റോളിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപകരിക്കുക. കാരണം നമ്പർ 10 റോളിൽ കളിക്കുമ്പോൾ നേരെ എതിരെ വരുന്ന റോഡ്രിയാണ്. റോഡ്രി അവിടെ അദ്ദേഹത്തിന്റെ പൊസിഷനിങ് പലപ്പോഴും കൃത്യമായിരിക്കും. പിന്നെ റോഡ്രിയെ സെൻട്രലിൽ നിന്ന് മാറ്റാനും സാധിക്കും മെസ്സി പോക്കറ്റുകളിലേക്ക് പോയാൽ, ഹാഫ് സ്പേസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ റോഡ്രി സെന്ററിൽ നിന്ന് മാറുവാണെങ്കിൽ മറ്റു താരങ്ങൾക്ക് സെന്ററിൽ കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരികയാണ്. അപ്പോൾ ടാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ മെസ്സി എപ്പോഴും ഫുൾ ബാക്കുകളുടെ ആ പോക്കറ്റ് സ്പേസിലായിരിക്കും ഉണ്ടാവാൻ സാധ്യത. റൈറ്റ്. ബിനോ കൊച്ചേ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് ഏറെക്കുറെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് വേറൊന്നുമല്ല, ഈ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നെഞ്ചുവേദന. ഈ കഴിഞ്ഞ ദിവസം അർജന്റീനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ ഹൃദ്രോഗം, ഹൈ BP, ഈ പ്രഷർ കൂടിയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഒരുപാട് വളരെ സത്യസന്ധമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ബൈറ്റ് വെച്ചിട്ട് റോയിട്ടർ റിപ്പോർട്ട് ചെയ്തതാണ്. അത്രമാത്രം കേസുകൾ ഈ ലോകകപ്പ് വന്ന ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അതിന് കാരണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അർജന്റീന കളിച്ച എല്ലാ മത്സരങ്ങളും അങ്ങനെ തന്നെയാണ്. ആരാധകരുടെ നെഞ്ചിടിപ്പും പ്രഷറും ഒക്കെ കൂട്ടിയിരുന്നു. അപ്പോൾ ഈ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ആരും ചാടിക്കേറി ആക്രമിച്ച് കളിക്കാനുള്ള ചാൻസ് ഇല്ല. രണ്ടു കൂട്ടരും വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അറ്റാക്ക് നടത്തുക. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ 2022 സന്തോഷ് ട്രോഫി ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ പല ആൾക്കാരും, അതായത് പല ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ എന്നെ കൊന്നല്ലോ കോച്ച്, ഞങ്ങളെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെന്ന് പറയും. അതായത് ഞങ്ങൾ ഒരു ഗോള് പിന്നിട്ട് നിൽക്കായിരുന്നു. അത് കഴിഞ്ഞ് കളി കഴിയാൻ 3 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ആ ഗോൾ അടിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പെനാൽറ്റി നമ്മളെ അവസാനത്തേനാണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ മത്സരത്തിന് പോലും ഇങ്ങനെ ഫുട്ബോൾ കളിയുടെ ആവേശം നല്ല രീതിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞ പോലെ വലിയൊരു ടെൻഷന്റെ കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ആരും രണ്ടു കൂട്ടരും ഫൈനലിലെ മത്സരമായതുകൊണ്ട് സൂക്ഷിച്ച് തന്നെയാണ് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യുക. അപ്പോ ഞാൻ വിശ്വസിക്കുന്നു ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകും എന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള 90 മിനിറ്റ് അത് ഗോൾലെസ് ഡ്രോ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഗോൾ അടിച്ചുള്ള ഒരു സമനിലയാണോ? ഗോളാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതൊരു റിപ്പോർട്ടറിൽ വായിച്ചു, ഇപ്പൊ നമ്മളൊക്കെ ഓൾറെഡി ഈ ഗോൾ കീപ്പർമാര് ഇപ്പൊ ഇവരുടെ അടിക്കുന്ന പെനാൽറ്റികൾ ഏത് ഭാഗത്തേക്കാന്നൊക്കെ അടിച്ചിട്ട് ഇവര് വാട്ടർ ബോട്ടിൽ ഒട്ടിച്ചു വെക്കും. അതായത് റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ എന്നൊക്കെ. അതെ അല്ല സത്യം. അതിപ്പോ നമ്മുടെ ടീമിലായാലും നമ്മുടെ അനലിസ്റ്റ് ആയാലും ടീമിനെ കുറിച്ച് ആരൊക്കെ പെനാൽറ്റി ഓടിക്കും. ഇപ്പൊ മോഹൻബാൻ ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം ഏകദേശം ഇത് രണ്ടു കൂട്ടരും അങ്ങനെ കളിക്കുള്ളൂ. അപ്പൊ നമ്മൾ മുൻകൂട്ടി പ്ലാൻഡ് ആണ് ഇതൊക്കെ. അത് ഉണ്ടാവില്ല എന്നുള്ളതില്ല. അപ്പൊ അതുപോലെ പെനാൽറ്റി ചിലപ്പോ എനിക്ക് തോന്നുന്നു 1-1 ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഗോൾ ഏതായാലും പിറക്കും, അത് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. ഇപ്പോ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഗോൾ അടിക്കുകയാണെങ്കിൽ അവർ ഡിഫെൻഡിങ്ങിലേക്ക് പോവില്ല. രണ്ടു കൂട്ടരും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പോൾ പൊസിഷൻ വെച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അത് മാത്രമല്ല അവർ 2 ഫുൾ ബാക്കുകളും വെറുതെ ബാക്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നവരല്ല. അവർ കുക്രാനെ ആയാലും പെട്രോ ആയാലും മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെയാണ് അർജന്റീന. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയാ ഗോൾ സ്കോറിംഗ് ഉണ്ടാവും. പക്ഷെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും നിർത്തണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് എമി മാർട്ടിനസ് ഓർ ഉനൈസ് സിമോൺ ഈ ലോകകപ്പിലെ ഏറ്റവും ഗംഭീര ഗോൾ കീപ്പറാണ്. എമി മാർട്ടിനസ് ഒരു ലോകകപ്പ് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് നേരിട്ട ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും? അല്ല, ഇപ്പൊ മൊത്തത്തിലുള്ള ടീമുകൾ 2 ഗോൾ കീപ്പറുടെയും പെർഫോമൻസ് വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാർട്ടിനസ് കുറച്ച് ഫോം ഔട്ടാണ്. അത് പക്ഷെ ഫൈനലിൽ വരുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, ഇപ്പൊ ആ ടെൻഷൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെ മാർട്ടിനസിന് അതിന് മിടുക്കനാണ്. അപ്പോ നമ്മള് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിന്റെ ഗോൾ കീപ്പറാണ് കുറച്ചും കൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് പെർഫോമൻസിൽ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനങ്ങളുടെ മുമ്പിൽ ഓരോ കിക്ക് അടിക്കാൻ പോകുമ്പോൾ ആ മനസ്സെടുപ്പ്. ജർമ്മനീനെ കുറിച്ച് പറഞ്ഞു കേട്ടു, ജർമ്മനിയിലെ ആർക്കും പെനാൽറ്റി അടിക്കാൻ പോകാൻ താല്പര്യമില്ല. ഇത്ര വലിയ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. കോച്ച് പറഞ്ഞിട്ട് പോലും അവർക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ അത് ഈ വേൾഡ് കപ്പ് പോലത്തെ മത്സരങ്ങളിൽ ആ ഒരു ടെൻഷൻ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ അതനുസരിച്ചിരിക്കും.
റൈറ്റ്. ജോസഫ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ ബിനോ കോച്ച് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. എന്തായാലും എക്സ്ട്രാ ടൈമിലേക്ക് പോകും എന്ന് ബിനോ കോച്ചിന്റെ വാക്ക് വിശ്വസിച്ച് ആത്മധൈര്യമൊക്കെ സംഭരിച്ച് നമുക്ക് ഇരിക്കാം. അപ്പം ഈ എക്സ്ട്രാ ടൈമിലേക്ക് വരുമ്പോൾ അർജന്റീനയുടെ ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ എക്സ്ട്രാ ടൈമിൽ അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ എക്സ്ട്രാ ടൈം എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ, അതൊരു കോട്ടാണ്, എക്സ്ട്രാ ടൈം എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ അത് അർജന്റീനയ്ക്ക് ഫേവറബിൾ ആണെന്ന് കരുതാൻ കഴിയും? തീർച്ചയായിട്ടും. കാരണം അർജന്റീന ഓൾറെഡി എക്സ്ട്രാ ടൈം കളിച്ച് ജയിച്ച് പരിചയം അവർക്കുണ്ട് 2 തവണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിലും, ഇനി കഴിഞ്ഞ ലോകകപ്പില് ബിനോ കോച്ച് പറഞ്ഞ പോലെ പെനാൽറ്റി ഷൂട്ടൗട്ട് ജയിച്ച ആ ഒരു എക്സ്പീരിയൻസും അവർക്ക് ഉള്ളത് കൊണ്ട് ഈ സാഹചര്യങ്ങളുടെ ആ ഒരു അനുഭവ സമ്പത്ത് അവരെ ഒത്തിരി സഹായിക്കും. മറുവശത്ത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവര് വിത്തൗട്ട് പൊസിഷൻ പെട്ടെന്ന് ട്രെയിൻ ആവും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ആ ഒരു 90 മിനിറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്തത്, പെട്ടെന്ന് 120 മിനിറ്റ്സിലേക്കുള്ള ഒരു അഡാപ്റ്റേഷൻ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ എങ്ങനെയാവും ഇതിനെ നേരിടുക? ആ ഒരു സമ്മർദ്ദം, അധിക സമ്മർദ്ദം യുവതാരങ്ങൾക്ക് ഒരുപക്ഷെ സമ്മർദ്ദം ഇല്ലാതെ കളിക്കാൻ പറ്റും. എന്നാൽ അവര് ഇത് കൂടുതൽ ചിന്തിക്കുന്നില്ലല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, നേരെ വന്നടി. അതേസമയം കുറച്ചുകൂടെ പരിചയസമ്പന്നതയുള്ള താരങ്ങൾ വരുമ്പോൾ അവർക്ക് ഒത്തിരി ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിച്ചാണ് ഇത് കുളവാക്കുന്നത് പലപ്പോഴും. ആ ഒരു മെന്റാലിറ്റി വരുന്നതും അവിടെ അങ്ങനെയാണ്. പിന്നെ പെനാൽറ്റിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയട്ടെ, എമി മാർട്ടിനസ് കാരണം റൂൾ വരെ ചേഞ്ച് ആയി. ഇനി കഴിഞ്ഞ ലോകകപ്പിലെ പോലെ പുള്ളിക്ക് ഓരോ പെനാൽറ്റി കഴിയുമ്പോഴും അഭ്യാസം കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിയന്ത്രണത്തിൽ നിർത്തേണ്ടി വരും. എമി മാർട്ടിനസിനും അദ്ദേഹത്തിന്റെ എല്ലാ അഭ്യാസങ്ങളും നടക്കില്ല. പിന്നെ ഈ കോച്ച് പറഞ്ഞതുപോലെ ഈ ലോകകപ്പിലെ ഫോമും അത്ര പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. എന്നൊക്കെ പറഞ്ഞാലും മെസ്സിയുടെയും അർജന്റീനയുടെയും ആ എക്സ്ട്രാ ടൈമിലെയും പെനാൽറ്റി ഷൂട്ടൗട്ടിലെയും പരിചയ സമ്പത്ത് അവർക്ക് അനുകൂല ഘടകമാക്കി മാറ്റും. ഉറപ്പായിട്ടും നോക്കാം, പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ബിനോ ജോർജ് ഒപ്പം ജോസഫ് ജോർജ്, രണ്ടുപേർക്കും വളരെ നന്ദി. നമുക്ക് ഈ മത്സരത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കാം. 12:30-ക്കാണ് കിക്ക് ഓഫ്. നമ്മൾ ഇനിയും കൂടുതൽ വിശദാംശങ്ങളുമായി ഫുട്ബോളം ചേരും. താങ്ക് യു സോ മച്ച് ബിനോ ജോർജ് ആൻഡ് ജോസഫ് ജോർജ് ഫോർ ജോയിനിങ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്കാണ് കണ്ണുകൾ മുഴുവൻ. അവിടെയാണ് പുതിയ ഫുട്ബോൾ അധിപന്മാർ, ഇനിയുള്ള 4 വർഷത്തെ അധിപന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. അത് സ്പെയിനാണോ അർജന്റീനയാണോ? എന്താണെങ്കിലും മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് പ്രതാപ് ജയലക്ഷ്മി ചില ആരാധകരുടെ പ്രതികരണം തേടുന്നുണ്ട്. അവിടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു, മഴയുടെ സാഹചര്യമൊക്കെ മാറി എന്നുള്ളത് സന്തോഷകരം. പ്രതാപ് ജയലക്ഷ്മി ന്യൂയോർക്കിൽ നിന്ന് ഇറക്കിയ റിപ്പോർട്ട്. 2026 വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഞാൻ. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ഫൈനലിന് വിസിൽ മുഴങ്ങാൻ. മലയാളികളായ ഒരുപാട് ഫാൻസ് ഇവിടെ ഉണ്ട്. എന്നാൽ തന്നെ അറിയാം, അർജന്റീന ഫാൻസ് ആണ് തോന്നുന്നു. ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. ഇതെല്ലാം നമ്മള് പല എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എത്ര ഗോൾ അടിക്കും? 60 വർഷത്തിന് ശേഷമാണ് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടുന്നത്. അതും ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോളൂ എന്ന് പറയുന്ന പോലെ ബ്രസീൽ ഫാൻസിനോട് വർഷങ്ങളായുള്ള ബ്രസീൽ ഫാനാണ് നമ്മള്. ഞാൻ ബ്രസീല് ഒരിക്കലല്ല, നമുക്ക് അർജന്റീന തോക്കണം, അത് മാത്രമേ. മെസ്സി നല്ല കളിക്കാനാണ് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അർജന്റീന തോക്കണം. അർജന്റീന ഒരിക്കലും ബ്രസീലിന്റെ റെക്കോർഡുകൾ തകർക്കാൻ പാടില്ല. ഫുട്ബോൾ ഒരു വികാരമല്ലേ? അതെ. അല്ല, നമുക്ക് ഞങ്ങൾ ഫൈനലിൽ വരുന്ന സമയത്ത് ഇത്രയും അർജന്റീന ഫാൻസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം. നമ്മളെ സപ്പോർട്ട് ഇംഗ്ലണ്ട് ഫാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത കന്നഡ വെച്ച് വന്നിരിക്കുന്നത്. കരഞ്ഞു മടുത്തു, നാളെയും കരയും. ടൂ മച്ച് സ്ട്രെസ്സിലൂടെ പോയി അവര് എന്താ ഡയമണ്ടിനെ പോലെ അവരിങ്ങനെ എന്താ ഇമ്മൻസ് സ്ട്രെസ്സിലൂടെ പോയി അവര് വമ്പിച്ച ചാമ്പ്യന്മാരായിട്ട് നാളെ വരാൻ പോവാണ്. ഇംഗ്ലണ്ടിന്റെ തോൽവിയുടെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. അത് കയ്യിൽ കിട്ടിയൊരു കളി കളഞ്ഞാണ്. പക്ഷെ അതിലും മെസ്സി എന്ന മാന്ത്രികന്റെ ഒരു കൂടിയാണ്.
തന്നെയാണ്. അല്ല ഇംഗ്ലണ്ട് തന്നെയാണ്, പക്ഷെ മെസ്സിനെ ഇഷ്ടമാണ്. ഫൈനലിൽ അർജന്റീന അതും നാളത്തോടെ തീരും. യമാല് നല്ലൊരു കളിക്കാരനാണ്, പക്ഷെ യമാലിന് സമയമുണ്ട്, വെയിറ്റ് ചെയ്യാൻ. ഈ വേൾഡ് കപ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, 2013 ബ്രസീൽ അർജന്റീന ഗെയിം ഞാൻ ഇതേ വേദിയിൽ വെച്ചാണ്. അന്ന് 5-4 അർജന്റീന ജയിച്ചു, മെസ്സിക്ക് ഹാട്രിക്ക്. അതിൽ പോലെ എനിക്ക് വേറെ ഒരു ഗെയിമിന്റെ ഒരു കാഴ്ച തന്നെ കാണില്ല. അപ്പൊ ഇന്ന് വീണ്ടും നാളെ മെസ്സി അടുത്ത ഹാട്രിക്കോട് കൂടി 11 ഗോൾ അടിക്കുന്നതായിരിക്കും. ഇതാണ് മലയാളികളുടെ ആവേശം. കേരളത്തിൽ എന്ന പോലെ തന്നെ ന്യൂയോർക്കിലും അമേരിക്കയിലും ഇതാണ് ആവേശം. ഇനി 80,000 കാണികളുടെ ആർപ്പുവിളികൾ മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 50,000-ഓളം ഫാൻ സോൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് മുമ്പിൽ നിന്നും ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മലയാളികൾ എവിടെ ചെന്നാലും അവിടെ ഒരു ഫുട്ബോൾ ആരവം ഉണ്ടാകും. ആ അമേരിക്കൻ മലയാളികളുടെ ഒരു ആവേശം കണ്ടല്ലോ, എത്ര ഗംഭീരമാണ്. എന്നാലും ഞാൻ ഇനി കേരളത്തിലെ ലോക്കൽ മലയാളികളുടെ അടുത്തുകൂടി പോവുകയാണ്. കോഴിക്കോട്ടെ പുത്തൻപാലത്തെ തട്ടുപൊളിപ്പൻ വേദിയിൽ നിന്ന് MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് മുന്നിലെ മലയാളികളുടെ ഫുട്ബോൾ ആവേശം കണ്ടാ വരുന്നത്? കോഴിക്കോട്ടുകാരുടെ ആവേശം അത് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ എന്താണ് പരിപാടിയൊക്കെ കളറായി തുടങ്ങിയോ? തീർച്ചയായും കോഴിക്കോടിന്റെ ആവേശം നമുക്ക് ഈ ഫുട്ബോൾ കാലത്തിലുടനീളം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടതാണ്. കളി നടക്കാൻ ഇപ്പോൾ 9 മണി പോലും ആയിട്ടില്ല. അതായത് 3.5 മണിക്കൂർ കൂടിയുണ്ട് കളി തുടങ്ങാൻ. പക്ഷേ 7 മണി മുതൽ അല്ലെങ്കിൽ 6 മണി മുതലൊക്കെ ആളുകൾ ഇവിടേക്ക് വരികയും ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന ആ വലിയ ഗ്യാലറി, അതായത് ഫുട്ബോളിൽ ഏറ്റവും ആവേശം ഇരുമ്പുന്ന സ്ഥലമാണ് ഗ്യാലറി. ഗോൾ അടിക്കുമ്പോൾ ഇരുപക്ഷത്തിനു വേണ്ടിയും ആർത്തലയ്ക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കിന്ന് കാണാം ആ നീല പട്ടാളം ആ ഗാലറികളെ ഒന്നടങ്കം കൈയടക്കിയിരിക്കുന്ന കാഴ്ച. ആദ്യ ഘട്ടത്തിലേക്ക് കളി തുടങ്ങുമ്പോൾ ബ്രസീലിന് വേണ്ടി ആർത്തിലമ്പുന്ന മഞ്ഞ പട്ടാളത്തെയും പിന്നീട് പോർച്ചുഗീസിന്റെ പടയാളികളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗാലറികൾ ഒന്നടങ്കം അർജന്റീനയ്ക്ക് വേണ്ടി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ സ്പെയിന്റെ ആരാധകരും കുറവല്ല. നേരത്തെ പരാജയപ്പെട്ട പോർച്ചുഗൽ ആരാധകരും ബ്രസീൽ ആരാധകരും ഒക്കെ പിന്നീട് ഫ്രാൻസായും ഇംഗ്ലണ്ടായും ഒക്കെ മാറിയെങ്കിൽ പിന്നീട് എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മെസ്സി എന്ന ഒരു അനന്തസാധാരണ പ്രതിഭ തന്റെ അവസാന ലോകകപ്പ് കളിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കാം ഇതെന്ന ഒരു കൃത്യമായ കണക്കൂട്ടിൽ തന്നെയാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം പടക്കങ്ങളൊക്കെ കയ്യിൽ കരുതുന്ന ആളുകളെ, അതായത് നേരത്തെ തന്നെ പടക്കം വാങ്ങി കയ്യിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് പൂത്തിരിയും മത്താപ്പും ഒക്കെ കത്തിച്ച് ആഘോഷമാക്കാൻ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അവരോട് തന്നെ ചോദിക്കാം ഇത് ആർക്ക് വേണ്ടിയുള്ള പടക്കങ്ങളാണ് എന്ന്. പടക്കമാണ് ആര് ജയിക്കുമ്പോൾ പൊട്ടിക്കാനുള്ള പടക്കമാണ്. പൊട്ടാനുള്ളതാ, ഇനി കുറച്ചുകൊണ്ട് വിൽക്കേണ്ടി വരും. അർജന്റീന ജയിക്കുമ്പോൾ പൊട്ടിക്കാനുള്ളത്. നാലാമത്തെ സ്റ്റാർ വെറുതെ ആദ്യം പോലെ സ്പെയിന്റെ ആളാണോ? ഏത് ടീമായിരുന്നു? ബ്രസീൽ കഴിഞ്ഞ അടുത്തേതായിരുന്നു? അടുത്തില്ല, സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്തില്ല, ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്തില്ല. എന്തായാലും എത്ര ഗോളിന് ജയിക്കും? 2 ഗോൾ മെയിനടിക്കും. 2-0 സ്പെയിന്റെ ആരാധകനാണ്. ആയിരുന്നില്ല, അല്ല ഞാൻ ഇപ്പോഴും അല്ല, ന്യൂട്രലാണ്. എത്ര ഗോളിന് ജയിക്കും? 2-0. അപ്പൊ മെസ്സി ന്യൂട്രൽ ഫാൻസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്പാനിഷ് ആരാധകരല്ല, പക്ഷെ ഇപ്പോൾ സ്പെയിന്റെ ആരാധകരാണ്. അനീഷ് കാണിച്ചു തന്നപോലെ ഒരുപാട് പേർ നമ്മുടെ പടക്കമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പടക്കം പൊട്ടിക്കാനുള്ള സമയം ആർക്കാണ് ലഭിക്കുക എന്ന് കാത്തിരിക്കാം. ലയണൽ മെസ്സിക്കോ അതോ ലമീൻ യമാലിനോ? കാത്തിരിക്കാം. ഫുട്ബോളം വീണ്ടും തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.